Hi learners, welcome to I Plus Training Solutions. പിന്നെ നമുക്ക് എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നോക്കാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് പല പ്രാവശ്യവും നെറ്റ് എക്സാമിനും അതേപോലെ തന്നെ PSC എക്സാമുകൾക്കും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അപ്പൊ നമുക്കിന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിനെ നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളിൽ കൂടിയൊക്കെ വളരെ സിമ്പിളായിട്ട് പഠിച്ചു പോകാം. സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തിയറിറ്റിക്കലായിട്ട് പഠിച്ചു വെക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ളത് ആ ഗ്രാഫ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ആ ഗ്രാഫ് എങ്ങനെ വരയ്ക്കണമെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് അവിടെ തിയറിറ്റിക്കലായിട്ടുള്ള ഒരു പഠനത്തിന്റെ ആവശ്യം പോലും വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിലേക്ക് പോകാം. സോ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നുള്ളത്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. സോ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിൽ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയേ. ഇഫ് എ പ്രൊഡ്യൂസർ ഇൻക്രീസസ് ദ യൂണിറ്റ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ while keeping other factors fixed, initially the total product increases at an increasing rate, then it increases at a diminishing rate and finally starts declining. അപ്പൊ നമുക്കിത് അത്രയും ഡീറ്റെയിൽഡിൽ പോകുന്നതിന് മുന്നേ എന്താണെന്ന് ആ ഒരു ബേസ് നമുക്ക് നോക്കാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറർ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരുപാട് ഇൻപുട്ടുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ലേബർ വേണം, മെഷീൻ വേണം, അതേപോലെ തന്നെ ക്യാപിറ്റൽ വേണം, ഒരുപാട് ഇൻപുട്സ് നമുക്ക് ഇടണം. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു ഇൻപുട്ടിനെ മാത്രം നമ്മൾ കൂടുതൽ 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 ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അതായത് മറ്റ് ഇൻപുട്ടുകളെല്ലാം ഫിക്സഡ് ആക്കി വെച്ചിട്ട് ഒരു ഇൻപുട്ടിനെ മാത്രം നമ്മൾ മോർ ആൻഡ് മോർ യൂണിറ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇൻപുട്ടായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം? നമുക്കറിയാം ഇൻപുട്ട് കൂടുമ്പോൾ ഔട്ട്പുട്ടും കൂടും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വേരിയബിൾ ഇൻപുട്ടിനെ മാത്രം ഇങ്ങനെ വേരി ചെയ്ത്, അതായത് കൂടുതൽ 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 ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഇൻപുട്ടുകളെല്ലാം ഫിക്സ്ഡ് ആക്കി വെക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ അത് ഇൻക്രീസ് ചെയ്യും, പിന്നെ അത് ഒരു ഡിമിനിഷിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യും, പിന്നീട് ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ സമയത്ത് ഒരു ഇൻപുട്ടിനെ മാത്രം വേരിയബിൾ ആക്കി വെച്ച് ബാക്കി വേരി ചെയ്യുന്ന ഒരു അതായത് ഒരു ഇൻപുട്ടിനെ മാത്രം മോർ ആൻഡ് മോർ യൂണിറ്റുകൾ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു, ബാക്കി എല്ലാ ഇൻപുട്ടുകളെയും ഫിക്സ്ഡ് ആക്കി വെക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റിലും മാർജിനൽ പ്രൊഡക്റ്റിനും ആവറേജ് പ്രൊഡക്റ്റിനും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാകാൻ ഈ ഒരു ഇമേജ് നമുക്ക് കാണാം. ഇവിടെ എന്താ നോക്കിക്കേ, ഒരു തെങ്ങാണ് അല്ലെ, ഒരു തെങ്ങിന് വെള്ളം ഒഴിക്കുവാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, രണ്ട് ഇൻപുട്ടുകൾ ഉണ്ടെന്നിരിക്കട്ടെ. രണ്ട് ഇൻപുട്ടാണ് ലാൻഡും ലേബറും. അപ്പൊ ഇവിടെ ഈ ലാൻഡ് ഫിക്സ്ഡ് ആണ്, ലേബർ എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം ഒരാൾ മാത്രം നിന്ന് അതിന് വെള്ളം ഒഴിക്കുന്നു. ഒരാൾ നിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലെ, അത് രണ്ട് കോക്കനട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ മാനുഫാക്ചർ അല്ലെങ്കിൽ ഈ ലാൻഡിന്റെ ഓണർ എന്ത് ചെയ്തു? ആ സ്ഥലത്തിന്റെ ഓണർ രണ്ട് ജോലിക്കാരെ നിർത്തി. ആ ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഇപ്പം ഒരു 10 സെന്റ് സ്ഥലമാണ്. ഈ 10 സെന്റ് സ്ഥലത്ത് ഒരു തെങ്ങാണ് നിൽക്കുന്നത്. ഈ 10 സെന്റ് സ്ഥലത്ത് ഈ ഒരു തെങ്ങിനെ പരിപാലിക്കാൻ ഒരാളെ നിർത്തി. അപ്പോൾ ലാൻഡും ഉണ്ട്, ലേബറും ഉണ്ട്. അപ്പോൾ ഈ ഒരു 10 സെന്റ് സ്ഥലത്ത് ഒരു ജോലിക്കാരൻ. ഈ ഒരു ജോലിക്കാരൻ ആ ഒരു തെങ്ങിന് വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ അവർക്ക് രണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, രണ്ട് കോക്കനട്ട് കിട്ടി. ഇനി ഈ ലാൻഡിന്റെ ഓണർ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഒരു ജോലിക്കാരനെയും കൂടെ അങ്ങോട്ട് വിടാമെന്ന് വെച്ചു. അങ്ങനെ രണ്ട് ജോലിക്കാരെ വിട്ടു. നോക്കിക്കേ, ലാൻഡും ഫിക്സ്ഡ് ആണ്, അവിടെ ഒരു തെങ്ങേ ഉള്ളൂ, ലാൻഡ് 10 സെന്റ് സ്ഥലം തന്നെയാണ്, ബാക്കി ഒരു ഫാക്ടേഴ്സിലും മാറ്റമില്ല, അതൊക്കെ ഫിക്സ്ഡ് ആണ്. ലേബർ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിൽ മാത്രം ചേഞ്ച് വരുത്തി, ഒരു ഇൻപുട്ടിൽ മാത്രം ചേഞ്ച് വരുത്തിയേക്കാം. ലേബറിനെ 2 ആക്കി. 2 പേര് നിന്നപ്പോൾ ഒരാൾ ദേവാളമൊക്കെ ഇടുന്നുണ്ട്, ഒരാൾ അതിന് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഔട്ട്പുട്ട് കിട്ടി അല്ലേ, 5 കോക്കനട്ട് അവിടെ 5 ഉണ്ടായി. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടി. അപ്പൊ ഈ ലാൻഡിന്റെ ഓണർ എന്ത് വിചാരിച്ചു? ഒരാളെ നിർത്തിയപ്പോൾ നമുക്ക് ആകെ 2 കോക്കനട്ടേ കിട്ടിയുള്ളൂ. 2 ജോലിക്കാരനെ നിർത്തിയപ്പോൾ 5 കിട്ടി കോക്കനട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
ഒരു ജോലിക്കാരനെയും കൂടെ അങ്ങോട്ട് ഇടാം. അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ ആ ഒരു തെങ്ങില് കായ്ഫലം ഉണ്ടാകുമായിരിക്കും എന്ന് വെച്ചിട്ട് മൂന്നാമതൊരു ജോലിക്കാരനെയും കൂടി ഇടുവാണ്. കണ്ടോ, അവിടെ ബാക്കി ഒരു ഫാക്ടറിലും വ്യത്യാസമില്ല, ലാൻഡ് സെയിം ആണ്, അവിടെ ഒരു തെങ്ങേ ഉള്ളൂ, 10 സെന്റ് സ്ഥലം തന്നെയാണ്. അപ്പോൾ ബാക്കി ഫാക്ടേഴ്സ് എല്ലാം ഫിക്സ്ഡ് ആണ്. ആ നമ്മുടെ ലേബർ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ മാത്രമാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ജോലിക്കാരനെയും കൂടെ അവിടെ വിടുന്നു. നോക്കിക്കേ, അപ്പൊ 2 പേരായി, മൊത്തം 3 പേരായി. 2 പേര് നിന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒരാൾ അതിന് വളമൊക്കെ ഇടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ നോക്കിക്കേ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നേരത്തെയും 5 കോക്കനട്ട് ഉണ്ട്, ഇപ്പോഴും 5 കോക്കനട്ടേ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടെ 4മതൊരാൾ വന്നാലും 5മതൊരാൾ വന്നാലും 10 പേര് നിന്ന് ഈ തെങ്ങിനെ പരിപാലിച്ചാലും ഈ ഒരു പരിധിയിൽ കൂടുതൽ അതിൽ എന്തുണ്ടാകത്തില്ല, നമുക്ക് അതിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇത്രയേ ഉള്ളൂ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? നമ്മള് ബാക്കി ഫാക്ടേഴ്സിനെ എല്ലാം ഫിക്സ്ഡ് ആക്കി വെച്ച് ഏതെങ്കിലും ഒരു ഇൻപുട്ടിനെ മാത്രം വീണ്ടും 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 ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ, ഇങ്ങനെ വേരിയബിൾ ഇൻപുട്ടിനെ ഒരു ഇൻപുട്ടിനെ മാത്രം വേരിയബിൾ ആക്കിക്കൊണ്ട് നിർത്തി അതിനെ മാത്രം ഇങ്ങനെ വേരി ചെയ്യുന്നു, വീണ്ടും 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 മോർ ആൻഡ് മോർ യൂണിറ്റുകൾ കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് ആദ്യം കൂടും, പിന്നെ അത് എന്ത് ചെയ്യും, കുറയാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. കണ്ടോ, ഒരു ജോലിക്കാരൻ, ഇവിടെ 2 പേരായി, ഇവിടെ 3 പേരായി. മറ്റ് ഫാക്ടേഴ്സിൽ ഒന്നും ചേഞ്ച് ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഈ ലാൻഡ് കുറച്ചുകൂടെ കൂടുതൽ എടുക്കുന്നു, കുറച്ചുകൂടെ കൂടുതൽ കൃഷി അവിടെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ മറ്റ് ഫാക്ടേഴ്സിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെ. പക്ഷെ നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത് ബാക്കി ഫാക്ടേഴ്സിനെ എല്ലാം ഫിക്സ്ഡ് ആക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ടിനെ മാത്രം ഇങ്ങനെ വേരി ചെയ്ത് അതിനെ മോർ ആൻഡ് മോർ യൂസ് ചെയ്തുകൊണ്ടേ ഇരുന്നാലും ആദ്യം നമ്മുടെ ടോട്ടൽ പ്രോഡക്റ്റ് ഒക്കെ കൂടും, പിന്നീട് അത് കുറയാനായിരിക്കും തുടങ്ങുന്നത്. ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ നിന്ന് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി, അതിന്റെ ആ ഒരു ബേസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കിനി നോക്കാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ അവിടെ 3 സ്റ്റേജ് ആണ്. നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും. ഓക്കെ, ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടെ ഈ കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്ന് നമുക്ക് മൊത്തം എത്ര യൂണിറ്റ്, എത്ര ഔട്ട്പുട്ട് കിട്ടുന്നു, അതാണ് ടോട്ടൽ പ്രൊഡക്റ്റ്. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ ഇൻപുട്ട് ഇടുമ്പോൾ കിട്ടുന്ന അഡീഷണൽ ഔട്ട്പുട്ട് ആണ് മാർജിനൽ പ്രൊഡക്റ്റ്. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലോ, ഇത് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ആൻ ഇൻപുട്ട്. ഒരു ഇൻപുട്ടിന് നമുക്ക് കിട്ടുന്ന, പെർ യൂണിറ്റ് ഒരു ഇൻപുട്ടിന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ആവറേജ് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിൽ ഈ ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും 3 ഫേസുകളിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ ആണ്. സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ, ആ ഫസ്റ്റ് ഫേസ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. കണ്ടോ, ഈ ഫസ്റ്റ് 2 കേസ് കണ്ടോ, ഒരാൾ മാത്രം നിന്നപ്പോൾ 2 കോക്കനട്ട് കിട്ടി, 2 പേരായപ്പോൾ 5 എണ്ണം കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ്, സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ എന്ന് പറയും. അപ്പൊ ഈ ഫസ്റ്റ് ഫേസിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു വേരിയബിൾ ഇൻപുട്ടിനെ കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കുമ്പോൾ, ഒരു ജോലിക്കാരനെ കൂടെ നമ്മൾ അവിടെ ഇടുമ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസിങ് റേറ്റിൽ തന്നെ ഇൻക്രീസ് ചെയ്യും. മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ആയി മാക്സിമത്തിലെത്തും, ആവറേജ് പ്രൊഡക്റ്റും മാക്സിമത്തിലെത്തും. ഓക്കെ, മാർജിനൽ പ്രൊഡക്റ്റ് മാക്സിമത്തിലെത്തി കുറയാനായിട്ടും തുടങ്ങും, ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തി നിൽക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ്, സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ. രണ്ടാമത്തെ ഫേസ് ആണ് സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ എന്ന് പറയും. സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വീണ്ടും നമ്മൾ വീണ്ടും വേരിയബിൾ ഇൻപുട്ടുകളെ ഇട്ട് കൊടുക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഒരു ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഡിക്രീസിങ് റേറ്റ്, കുറഞ്ഞ റേറ്റിൽ കൂടാനായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ആയിട്ട് 0 ആയി മാറും. മാർജിനൽ പ്രൊഡക്റ്റ് 0 ആയി മാറും. അതായത് ഒരു അഡീഷണൽ ഇൻപുട്ട് കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഡീഷണൽ ഔട്ട്പുട്ടും കിട്ടുന്നില്ല. അതാണ് മാർജിനൽ പ്രൊഡക്റ്റ് 0യിലേക്ക് വരും. ആവറേജ് പ്രൊഡക്റ്റ് കുറയാനായിട്ട് തുടങ്ങും. ഇതാണ് സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ. ആൻഡ് ദ തേർഡ് സ്റ്റേജ് ആണ് സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയും. സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺ. ഇവിടെ നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ ഈ വേരിയബിൾ ഇൻപുട്ടുകളെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയാനായിട്ട് തുടങ്ങും.
മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകും. അതായത് നമ്മൾ വീണ്ടും ഒരു ജോലിക്കാരനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലാഭത്തിന് പകരം നഷ്ടമായിരിക്കും. ആ അഡീഷണൽ ഒരു ജോലിക്കാരനെ ഇട്ടത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ല, അയാൾക്ക് കൂലി കൊടുക്കണം, നമുക്ക് നഷ്ടമാണ്. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകും. ആവറേജ് പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺ. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ഈ ഒരു ഗ്രാഫിൽ കൂടെ തന്നെ മനസ്സിലാക്കുന്നതാണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിന് നമുക്ക് ഈ ഒരു സിമ്പിൾ ഗ്രാഫ് വരച്ചാൽ മാത്രം മതി. കണ്ടോ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മോർ ആൻഡ് മോർ വേരിയബിൾ ഇൻപുട്ടുകളെ നമ്മൾ യൂസ് ചെയ്യാണ്. കൂടുതൽ വേരിയബിൾ ഇൻപുട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം എന്താ, ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലേ. ഫസ്റ്റ് സ്റ്റേജിൽ എന്താ നടക്കുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റ് ഒരു ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. കേട്ടോ, ഒരു ഇൻക്രീസിങ് റേറ്റിൽ അത് ഇൻക്രീസ് ചെയ്യുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തും. ഇവിടെയാണ് അത് മാക്സിമത്തിൽ എത്തുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തി കുറയാനായിട്ട് തുടങ്ങും. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമത്തിൽ എത്തി നിൽക്കും. ഈ 3 കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റേജ്. ഏതാണ് ഫസ്റ്റ് സ്റ്റേജ്? ആ സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റേജ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്ന സ്റ്റേജിൽ എന്തൊക്കെയാ നടക്കുന്നത് നോക്കിയേ. ടോട്ടൽ പ്രൊഡക്റ്റ് ഒരു ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. കണ്ടോ, ഇതാണ് ഡിക്രീസിങ് റേറ്റ്. കണ്ടോ, കുറയുന്ന രീതിയിൽ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഡിക്രീസിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമത്തിൽ നിന്ന് കുറയാനായിട്ട് തുടങ്ങും. മാർജിനൽ പ്രൊഡക്റ്റ് 0-യിലെത്തും. കണ്ടോ, സെക്കൻഡ് സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്റ്റ് 0-യിലെത്തും. ആൻഡ് തേർഡ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്യും, ആവറേജ് പ്രൊഡക്റ്റും കുറയും, മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകും. അതുകൊണ്ടാണ് അതിനെ നമുക്ക് തേർഡ് സ്റ്റേജിനെ നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നത്, സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ 3 സ്റ്റേജുകൾ. അത് നിങ്ങൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ പറഞ്ഞ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന് കുറച്ച് അസംഷൻസ് ഉണ്ട്. അപ്പൊ എവിടെയും നമുക്ക് അസംഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ അസംഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. സോ തുടക്കം തൊട്ടേ നമ്മൾ പറയുന്നതാണ് only one factor is variable while other factors are constant. ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ വേരിയബിൾ, ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ബാക്കി എല്ലാ ഇൻപുട്ടുകളും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് മുന്നേ കണ്ടു, ആ ഒരു എക്സാമ്പിളിൽ കണ്ടു, ആ ഒരു മരത്തിന് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു മരം അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് എന്ന് പറയുന്നതൊക്കെ ഫിക്സഡ് ആണ്. ആ ലേബർ മാത്രമാണ് അവരെ വേരി ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ഫാക്ടർ ഇൻപുട്ട് മാത്രമായിരിക്കും വേരിയബിൾ. ദെൻ law will not be applicable in condition where factors are varied proportionately. Simply നമുക്കറിയാം, ഈ എല്ലാ ഫാക്ടേഴ്സിനെയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വേരി ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. വേരിയബിൾ യൂണിറ്റ് ആർ ഹോമോജീനിയസ് ഇൻ നേച്ചർ. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വേരിയബിൾ യൂണിറ്റുകൾ ഹോമോജീനിയസ് ആയിരിക്കും, അതായത് എല്ലാവർക്കും ഈക്വൽ എഫിഷ്യൻസി ആണ്. നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന വേരിയബിൾ യൂണിറ്റുകൾ, നമ്മൾ ആദ്യം ഒരു ജോലിക്കാരനെ നിർത്തി, രണ്ടാമത് നമ്മൾ നിർത്തുന്ന ജോലിക്കാരനും സെയിം എഫിഷ്യൻസി ഉള്ള വ്യക്തിയാണ്. അഡീഷണൽ സ്കില്ലുകളും ഒന്നുമുള്ള ഒരാളായിരിക്കില്ല. എല്ലാം ഹോമോജീനിയസ് ആയിരിക്കും. നമ്മൾ എത്ര 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 യൂണിറ്റുകൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നോ എല്ലാ അഡീഷണൽ യൂണിറ്റുകളും ഈക്വൽ എഫിഷ്യൻസി ആയിരിക്കും. ദെൻ പ്രൈസ് ഓഫ് ഇൻപുട്ടുകളുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ടെക്നോളജി കോൺസ്റ്റന്റ് ആയിരിക്കും. ഷോർട്ട് റണ്ണിൽ മാത്രമേ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് അപ്ലൈ ആകത്തുള്ളൂ. ഷോർട്ട് റണ്ണിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിന്റെ അസംഷൻസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്നും അതിന്റെ സ്റ്റേജുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ അതേപോലെ നമുക്ക് അവിടെ അസംഷൻസ് കൂടെ ഉണ്ടായിരുന്നു. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ അസംഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.